ഹലോ ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ പതിവ് പോലെ മേലൊക്കെ കഴുകി അഗർബത്തിയൊക്കെ കത്തിച്ച് വെച്ചു. രാവിലെ പുറത്തേക്കൊന്നിറങ്ങി. രാത്രി നല്ല മഴയുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ചെറിയൊരു തണുപ്പുമുണ്ട്. അപ്പോൾ പേപ്പർ വന്ന് കിടക്കുകയായിരുന്നു, അപ്പോൾ അതും എടുത്ത് ഉള്ളിലേക്ക് പോയി ചായ ഇടുന്ന സീനാണിത്. ഞാൻ ഇഞ്ചി കുറച്ച് ചതച്ചിടാറുണ്ട് ചായയിൽ. ഇത് അനൂപ മൈലോയും മില്ലിയും കൊണ്ട് ഒന്ന് നടക്കാൻ പോകും രാവിലെ കുറച്ച് ദൂരം. അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് ഫുഡ് കൊടുക്കുന്നതൊക്കെ. അപ്പോൾ മൈലോയും മില്ലിയും ലാസാപ്സോ ബ്രീഡാണ്. ഇപ്പം ഞങ്ങളുടെ കയ്യിൽ ഇവർ രണ്ടുപേരും മാത്രമാണുള്ളത്. നേരത്തെ വേറെ ഡോഗ്സ് ഉണ്ടായിരുന്നു. രണ്ട് ഷീറ്റ്സും ഉണ്ടായിരുന്നു, ഒരു പഗ്ഗും ഉണ്ടായിരുന്നു. അവരൊക്കെ പോയി. അപ്പോൾ അവരെയും കൊണ്ട് നടക്കാനിറങ്ങിയ സീനാണിതൊക്കെ. അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇന്ന് രാവിലെ ഇഡ്ഡലിയും ചട്നിയായിരുന്നു. അതൊക്കെ കഴിച്ച് ഇരുന്നപ്പോൾ ഗീത രാവിലെ മുറ്റമൊക്കെ അടിച്ച് തൂത്തിട്ട് ചവറൊക്കെ കൊണ്ടുവന്ന് കത്തിക്കുന്ന സീനാണിത്. അപ്പോൾ ഞങ്ങളുടെ ബാക്ക് സൈഡിൽ ഞങ്ങൾ മിക്കവാറും ഇവിടെ വന്നിരുന്നതാണ്. ഈ ബാക്ക് സൈഡിലെ പാറ്റോയിൽ വന്നിരുന്നിട്ടാണ് ചായ കുടിക്കാറ്. ഇത് നിങ്ങൾ കാണുന്നത് ഞാനും അമ്മയും കൂടെ ചെറിയൊരു ഗാർഡനിങ് പണിയിലാണ്. ബാക്ക് സൈഡിൽ ഞങ്ങൾ ആ ഒരു ഗ്രില്ലുണ്ടല്ലോ, അവിടെ പാഷൻ ഫ്രൂട്ട്, രണ്ട് സൈഡിലും പാഷൻ ഫ്രൂട്ട് നട്ടിട്ടുണ്ട്. അപ്പോൾ അത് മുന്നേ ഉണ്ടായിരുന്നു. പാഷൻ ഫ്രൂട്ട്സ് ആയിട്ട് ഇങ്ങനെ ആ ഗ്രില്ലിൽ കൂടെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നിരിക്കും. ഇത് ഞാനൊരു മീൻകറി ഉണ്ടാക്കുന്ന പ്രോസസ്സിലാണ്. വേണ്ട സാധനങ്ങൾ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ ഗ്രീൻ ചില്ലി ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് എരി വേണം. അപ്പം ഗ്രീൻ ചില്ലി ഞാനൊരു 5 മുളകൊക്കെ എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു ഇഞ്ച്. പിന്നെ വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി. മുളക് പൊടി ഈ സ്പൂണിൽ ഒരു 1.25 സ്പൂൺ എടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടിയും. അത് ചൂടുവെള്ളം നല്ലതായിട്ട് ബോയിൽ ചെയ്ത വെള്ളം ഒന്ന് ഒഴിച്ച് ഞാനൊന്ന് കുറുക്കി വെക്കാറുണ്ട്. പിന്നെ ഇത് കുടംപുളി ഇട്ട മീൻകറിയാണ്. അപ്പോൾ കുടംപുളിയിലും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെക്കുകയാണ്. കുറച്ച് തേങ്ങയും ഒരു പിടി തേങ്ങയും കൂടെ ഉണ്ട്. ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചപ്പോൾ കൂടിപ്പോയി. വീഡിയോ നോക്കിക്കൊണ്ടാണ് എണ്ണ ഒഴിച്ചത്. പിന്നെ എണ്ണ കോരി മാറ്റി. എണ്ണ ചൂടായപ്പോൾ കടുകൊക്കെ ഇട്ടു. കടുകിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ ഉലുവ ഇടണം. ചിലർ ഉലുവ പൊടി ലാസ്റ്റാണ് ഇടുന്നത്. ഞാനിപ്പോൾ ഈ കുടംപുളി ഇട്ട മീൻ വയ്ക്കുമ്പോൾ ഞാൻ ഉലുവ ആദ്യം ഇടും. അതൊന്ന് മൂത്ത് വരുമ്പോൾ കറിവേപ്പിലയും കൂടെ ഇടും. ഇത് ഞങ്ങളുടെ ഇവിടെ ഉണ്ടായ കറിവേപ്പിലയാണ്. അതും കൂടി ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നേരത്തെ പറഞ്ഞ ഐറ്റംസ് ഓരോന്നായിട്ടിടുക. വെളുത്തുള്ളി എനിക്ക് കുറച്ച് കൂടുതൽ വേണം, എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാണ്. പിന്നെ ഇഞ്ചി, കൊച്ചുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് നല്ലതായിട്ട് വഴണ്ട് വരുമ്പോൾ ബാക്കിയുള്ള ചേരുവകളിടാം. ഇതിപ്പോൾ എല്ലാം കൂടെ ഇടുകയാണ് ഞാൻ. ഇതിട്ട് കുറച്ചൊന്ന് അതിൻ്റെ ആ ഒരു പച്ച ചുവ ഒന്ന് മാറി വരുമ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ ഇടാറുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം ആ ടിപ്പ്. അത് ഉള്ളി പെട്ടെന്ന് വഴണ്ട് വരും എന്നുള്ള ഇതാണ്. അപ്പോൾ ഉപ്പിട്ടു. ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറണം. ഒരു ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വഴറ്റി വയ്ക്കണം. വഴറ്റി വരണം. വഴണ്ട് വരുമ്പോൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി മിക്സ്ചർ ആൻഡ് കുടംപുളി, അത് രണ്ടും ഒരുമിച്ചാണ് ഞാൻ ഇടാറ്. ഉള്ളി ഈ കളറൊക്കെ ആവുമ്പോഴാണ് ആ മിക്സ്ചർ ഇടേണ്ടത്. അത് എല്ലാം കൂടെ ഇട്ടിട്ടുള്ളതാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുടംപുളിയും കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നല്ലതായിട്ടൊന്ന് വഴണ്ട് വരണം. മുളക് പൊടിയുടെ ഒക്കെ ഒരു പച്ച ചുവയുണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഞാൻ തീ എപ്പോഴും കുറച്ച് വെച്ചിട്ടാണ് കുക്ക് ചെയ്യാറുള്ളത്. ഒരു സ്ലോ കുക്കിംഗ് ആണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ പെട്ടെന്നൊരു മഴ വന്നു. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യാറുണ്ട്. ഇടയ്ക്കിടയ്ക്കല്ല, മിക്കവാറും ദിവസങ്ങളിൽ ഇപ്പോൾ മഴയുണ്ട്. രാത്രി പെയ്യും, ഉച്ചയ്ക്ക്. ഇതിപ്പോൾ ഒരു 11-11:30 സമയത്താണ് ഈ മഴ പെയ്യുന്നത്. നല്ല കാറ്റോടു കൂടിയൊരു മഴയായിരുന്നു. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. മഴയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ബാക്ക് ടു കിച്ചൺ. ഇതൊന്ന് എൻ്റെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് തന്നെ ചൂടുവെള്ളം ഞാൻ ഒഴിക്കും. തണുത്ത വെള്ളമല്ല ഒഴിക്കുന്ന, ചൂടുവെള്ളം ഒഴിച്ച് അതൊന്ന് തിളച്ച് വരുമ്പോൾ മീനിൻ്റെ പീസസ്, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ പീസസ് അതിലേക്ക് ഇടുക. എല്ലാവരും പറയാറുണ്ട് മീൻ ഇട്ടിട്ട് ഇത് വെച്ചിട്ട് ഇളക്കരുത് എന്ന് പറയാറുണ്ട്. പക്ഷേ എനിക്കങ്ങനെ ഇളക്കിയാലേ പറ്റുള്ളൂ. എനിക്ക് ആ ചട്ടി വെച്ചിട്ട് കറക്കുന്ന പരിപാടി എനിക്ക് പറ്റില്ല.
അങ്ങനെ കുറച്ച് നേരം അടച്ച് വെച്ച് മീൻ നല്ലതായിട്ടൊന്ന് കുറുകി വരണം. വെള്ളം പോലെ ആവരുത്, കുറച്ചൊന്ന് കുറുകി വരണം. കുറുകി വരുന്ന സമയത്ത് ഞാൻ ആ സൈഡിൽ വെച്ചിരിക്കുന്ന നേരത്തെ നമ്മൾ എടുത്തില്ല ഒരു പിടി തേങ്ങ, അതൊന്ന് നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മീനിൻ്റെ കറി ഒന്ന് കുറുകി വരുമ്പോൾ ഈ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന ഈ തേങ്ങയും കൂടെ അതിൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ മീൻകറി, എൻ്റെ മീൻകറി. ഇത് ഏത് സ്റ്റൈൽ മീൻകറിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഇത് എൻ്റെ സ്റ്റൈലാണ്. കോട്ടയം ആണോ എന്ന് ചോദിച്ചാൽ കോട്ടയമല്ല, കൊല്ലം ആണോ എന്ന് ചോദിച്ചാൽ കൊല്ലമല്ല, ട്രിവാൻഡ്രം ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ട്രിവാൻഡ്രത്തെ തേങ്ങ അരച്ച് വയ്ക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ലാസ്റ്റായിട്ട് ഞാൻ ചെയ്യുന്നത് അതിൽ കുറച്ച് കറിവേപ്പിലയും ഞാൻ നേരത്തെ മാറ്റി വെച്ചിരുന്നില്ലേ വെളിച്ചെണ്ണ, ഒഴിച്ചപ്പോൾ കൂടിപ്പോയി എന്ന് പറഞ്ഞത്, ആ വെളിച്ചെണ്ണയും കൂടെ കുറച്ച് അതിലേക്കൊന്ന് ഒഴിക്കും. കറിവേപ്പില ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ്. അത് കഴിഞ്ഞിട്ട് മാറ്റി വെച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു. അത്രയേ ഉള്ളൂ മീൻകറി, എൻ്റെ മീൻകറി ഡൺ. അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് അമരയ്ക്ക തോരനാണ്. അത് രണ്ടുമായിരുന്നു ഇന്ന് ഉച്ചക്കത്തെ ഡിഷസ്. മീൻ കറിയും അമരയ്ക്ക തോരനും തൈരും, അതായിരുന്നു ഉച്ചക്കത്തെ വിഭവം. അങ്ങനെ മീൻ കറി ഫിനിഷ്ഡ്. കണ്ടിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ലായിരുന്നു കേട്ടോ മീൻ കറി, വായിൽ വെച്ച് കൂട്ടാം. അതൊക്കെ കഴിഞ്ഞ് സന്ധ്യയ്ക്ക് വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പോൾ അനൂപ് 4 മണിക്ക് പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഇവർ രണ്ടുപേരെയും, ഹനുമാനെയും ഭീമനെയും. അനൂപ് ഭയങ്കര ഒരു കഥകളി ഫാനാണ് കേട്ടോ. അനൂപ് എവിടെ കഥകളി ഉണ്ടെങ്കിലും, ഇവിടെ തന്നെ വെള്ളനാട്ട് തന്നെ ഈ മാർച്ച് മാസത്തിലാണ് ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവമൊക്കെ വരുന്നത്. അപ്പോൾ ആ സമയത്ത് എന്നൊക്കെ കഥകളിയുണ്ടോ അന്നൊക്കെ അനൂപ് രാത്രി അവിടെ പോയിരുന്നു ഫുൾ കണ്ടിട്ടേ തിരിച്ച് വരാറുള്ളൂ. ചിലപ്പോൾ 2 മണിയൊക്കെ ആവും, ഫുൾ കണ്ടിട്ടേ അനൂപ് വരാറുള്ളൂ. അപ്പോൾ അനൂപിന് ഭയങ്കര ആഗ്രഹമായിരുന്നു, കുറേ നാളുകൊണ്ട് അനൂപ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിൽ കഥകളിയുടെ ഒരു ഇത് വേണം എന്നുള്ളത്. അപ്പോൾ ഹനുമാനും, ഇത് ഭീമനാണ്, ഇത് SMSME എന്നാണ് വാങ്ങിച്ചത്. ഭീമനെ ഞങ്ങൾ മേളിൽ ആ സ്റ്റെയർ പോകുന്ന അവിടെയും വെച്ചു, ഹനുമാനെ ഞങ്ങളുടെ സിറ്റിംഗ് റൂമിലും വെച്ചു.